കൂപ്പകരങ്ങളോടെ എൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. മോളെ മോനെ, നമ്മോട് എക്കാലവും വിശ്വസ്തനായിരിക്കുന്ന കർത്താവ്, നിന്റെ അന്ത്യത്തോളം ഈ കർത്താവ് നിന്നോട് വിശ്വസ്തനായിരിക്കും. നമ്മെ സ്നേഹിച്ച് നമ്മളെ കരുതി കൈപിടിച്ച ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുക. കണ്ണു തുറന്ന് തമ്പുരാനെ കാണാം. ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. ഇന്നോളം വഞ്ചനയുടെ ഏതെങ്കിലും മുറിവുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അവിശ്വസ്തതയുടെ ഏതെങ്കിലും മുറിവേറ്റവര്, ഏതെങ്കിലും രീതിയിലോ ഭാവത്തിലോ ഒക്കെ മുറിവേറ്റവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. നമ്മളുടെ അവിശ്വസ്തത മൂലമാണ് മറ്റൊരാൾക്ക് മുറിവുണ്ടായത്. തമ്പുരാനോട് മാപ്പ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ ജീവിതങ്ങൾ ഇന്ന് മുറിവേറ്റ മനസ്സുമായി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യങ്ങളിൽ, ദാമ്പത്യ അവിശ്വസ്തത മൂലം മുറിവേറ്റ് കഴിയുന്നവർ, ജീവിത പങ്കാളിയിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒത്തിരിയേറെ വഞ്ചിക്കപ്പെട്ടതിന്റെ, മുറിയപ്പെട്ടതിന്റെ, മുറിക്കപ്പെട്ടതിന്റെ ഓർമ്മകളുമായി കഴിയുന്ന ഒത്തിരി പേരുണ്ട്. തിരസ്കരണത്തിന്റെയും കുത്തുവാക്കുകളുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടുത്തിയതിനൊക്കെ നടുവിൽ ഇന്നും അദാമ്പത്യത്തിൽ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ തീരുമാനമെടുത്ത് തുടരുന്ന എത്രയോ പേര്. സുഹൃത്ത് ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലൊക്കെ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മ പേറുന്നവരുണ്ടാകാം. അവിശ്വസ്തതയുടെ മുറിവുമായി കഴിയുന്ന, വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകളിൽ ജീവിതം കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗഖ്യം നീ നൽകണമേ. ഏതെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങളിൽ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മയുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്നതിൽ തമ്പുരാന് കൊടുക്കുക. ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കുക. നിന്റെ മുറിവുകൾക്കെല്ലാം സൗഖ്യം യേശുവിന്റെ തിരുമുറിവിലാണ്. നിന്റെ ഒരു മുറിവിനും കർത്താവിന്റെ തിരുമുറിവിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പുറത്തേക്ക് പോകില്ല. അതവിടെ സൗഖ്യം കിട്ടും. നിന്റെ ഒരു സങ്കടങ്ങൾക്കും യേശുവിന്റെ വേദനയ്ക്കപ്പുറം, കാൽവരി യാഗത്തിനപ്പുറം പോകാൻ പറ്റില്ല. നിന്റെ ഒരു പാപത്തിനും തമ്പുരാന്റെ കാരുണ്യത്തിനപ്പുറം സഞ്ചരിക്കാൻ പറ്റില്ല. ആ കർത്താവിയാൽ താരയുണ്ട്. ഈ അനുഭവങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കേണ്ടവരല്ല നമ്മൾ. നമ്മളെ സ്നേഹിച്ച് നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നു ഒരു ദൈവം നമുക്കുള്ളപ്പോ, മനുഷ്യൻ നമ്മളോട് അവിശ്വസ്തത കാണിച്ചാലും, ലോകം നമ്മളെ വെറുത്താലും, ലോകം നമ്മളോട് അവിശ്വസ്തത കാണിച്ചാലും അതേക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. കാരണം നമ്മളെ സ്നേഹിച്ച് നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവനെന്നും എക്കാലവും നമ്മോട് വിശ്വസ്തനായിരിക്കും. അന്ത്യത്തോളം, അവസാനത്തുള്ള രക്തത്തോളം നമ്മോട് വിശ്വസ്തത കാണിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളവും വിശ്വസ്തനായിരിക്കുമെന്ന് മക്കളെ ഒന്ന് വിശ്വസിക്കുക. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈ ദിവസം തമ്പുരാന്റെ സ്നേഹത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിന്റെ സമ്പന്നതയിൽ നിന്നും ഈ മക്കൾക്ക് ആവശ്യമായത് യേശുക്രിസ്തുവിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തമ്പുരാന്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.